കച്ചവടം അല്ലാഹ് ഹലാലാക്കിയ വിഷയമാണ്. ചെയ്യുന്നതിന് ഫർള് കിഫായന്റെ കൂലിയുണ്ട്. ഒരു നാട്ടിൽ കച്ചവടം നടത്തുന്ന ആള് ചെറിയൊരു ബാധ്യതയല്ല നിർവഹിക്കുന്നത്, ഫർള് കിഫായയുടെ കൂലി കിട്ടുന്ന ആളാണ്. നല്ല ഇടപാടുകാരന് വലിയ കൂലി അല്ലാഹു നൽകുന്നുണ്ട്. വെറുതെ അല്ല. അയാള് അരിക്കച്ചവടം നടത്തട്ടെ, പഴക്കച്ചവടം നടത്തട്ടെ, പച്ചക്കറി കച്ചവടം നടത്തട്ടെ, വസ്ത്രവിൽപ്പന നടത്തട്ടെ, ഹലാലാ രീതിയിലുള്ള കച്ചവടത്തിന് വലിയ പ്രതിഫലം ഉണ്ട്. അത് അല്ലാഹ് ഹലാലാക്കിയതാണ്. ഹറമദ്ദിബാ, പലിശ അല്ലാഹ് ഹറാമാക്കി. ഒന്നുകൂടി ഞാൻ പറയട്ടെ, പലിശന്റെ ഗൗരവം മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല പലിശക്ക് കൊടുക്കുന്നതും പലിശ വാങ്ങുന്നതും ഏറ്റവും അധികം ലോകത്ത് അധികരിച്ചിരുന്നൊരു സന്ദർഭത്തിലാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തരാകുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലിശന്റെ ഇടപാട് മുഴുവനും നിർത്തിക്കളഞ്ഞുപോയി. പിന്നീടത് ലോകത്ത് സജീവമായത് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമാണ്. ഒരൊറ്റാളും പലിശക്ക് കൊടുക്കുന്ന ആളില്ലാതെ, പലിശക്ക് വാങ്ങുന്ന ആളില്ലാതെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആ ഇടപാട് മുഴുവനും നിർത്തലാക്കിയിട്ട് ഹജ്ജത്തുൽ വദായിൽ വെച്ച് തങ്ങൾ പറഞ്ഞില്ലേ, ജാഹിലിയ്യ കാലഘട്ടത്തിലെ പലിശന്റെ പേരിൽ നിങ്ങൾ അന്യോന്യം തർക്കിക്കരുത്. ആ കണക്ക് മുഴുവനും എന്റെ കാൽപാദത്തിന്റെ ചുവട്ടിൽ ഞാൻ കുടിച്ചു മൂടിയിരിക്കുന്നു.